Hello everyone, welcome to AZB Academy. സോ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ കേരള PSC ലാബ് അസിസ്റ്റന്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രധാനമായിട്ടും അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരള PSC തന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻസ് ആണ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത്. ഇനി പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. അപ്പം ഈ ലബോറട്ടറി അസിസ്റ്റന്റ് ആ ഒരു പോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നമുക്ക് പണി കുറവാണ്. അതായത് ഒരു ജോലി നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഹയർ ലെവൽ വേറൊരു ജോലിയിലേക്കൊക്കെ എയിം ചെയ്യാന്നുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒരു ജോലി നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റിയ ജോലിയാണ് ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റും കൂടെ ഈ ഒരു ജോബിന് ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്കിംഗ് ടൈം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനും എളുപ്പമാണ്. ഈ ലബോറട്ടറി അസിസ്റ്റന്റ് പഠിച്ച് പാസ്സാവാനും എളുപ്പമാണ്. ഇനി ആ ജോലിക്ക് കയറിയിട്ട് വേറെ എക്സാമിന് പഠിച്ച് കയറാനും എളുപ്പമാണ്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്കെയിൽ ഓഫ് പേ തന്നെയുണ്ട്. കാര്യം നമുക്ക് 24,400 മുതൽ 55,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അല്ലെ. ഇനി വേക്കൻസീസ് വരുന്നത് ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് ആണ് വേക്കൻസീസ് വരുന്നത്. അത്യാവശ്യം വേക്കൻസീസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിപ്പം ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും വേക്കൻസി നോക്കിയല്ല, ഇപ്പം നമുക്കിപ്പോൾ ഒരു വേക്കൻസി ഉണ്ടെങ്കിലും നമുക്കൊരു സീറ്റ് മതി, ആ രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ് വരുന്നത്. അപ്പോൾ വേക്കൻസി നോക്കാതെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നമ്മൾ സജ്ജമായിരിക്കണം. പ്രോപ്പറായിട്ട് എന്താണ് സിലബസ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഇനി ഇതിന്റെ അപ്പോയിന്റ്മെന്റ്സ്, മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്ക് നമ്മുടെ കേരള PSC നടത്തുന്ന പോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇനി കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിന്റെ ഏജിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത്. 18 വയസ്സ് 36 വയസ്സ് വരെയാണ്. ഇനി അതിന്റെ ഒരു ഏജ് ഇതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മളെ മുമ്പത്തെ നോട്ടിഫിക്കേഷനുള്ള ഏജ് ക്രൈറ്റീരിയ ആയിരിക്കും. അപ്പോൾ ഇതിൽ മാറ്റം ഉണ്ടായിരിക്കും, ഏജ് ക്രൈറ്റീരിയയിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പം ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിൽ ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയ ആയിരിക്കും ഉണ്ടാവുക, അതിൽ മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ പണ്ടത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഏജ് ക്രൈറ്റീരിയ ആണ് ഇവിടെ ഉള്ളത്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്തിരിക്കുക, അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നീട് അതേപോലെ തന്നെ നമുക്ക് റിസർവേഷൻസ്, ജനറൽ കാറ്റഗറി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്തുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസിൽ പറയുന്നുണ്ട്. മുമ്പത്തെ നോട്ടിഫിക്കേഷനിൽ ഉള്ളതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അറിഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ഏജിന്റെ കാര്യത്തിൽ ഒരു ഇത് വേണ്ട, കൺഫ്യൂഷൻ വേണ്ട. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം തന്നെ മനസ്സിൽ വെച്ചോണം. റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാർക്ക് എന്തുണ്ടായിരിക്കും, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻസിന്റെ കാര്യം, SSLC പാസ് ഇൻ SSLC എക്സാമിനേഷൻ അല്ലെ, അത് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്, പാസ് ഇൻ ലബോറട്ടറി അറ്റൻഡൻസ് ടെസ്റ്റ് കണ്ടക്ടഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് ലബോറട്ടറി അറ്റൻഡൻസ് ടെസ്റ്റ് പാസ് ആയിരിക്കണം അല്ലെ. ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ഇത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ രണ്ട് ക്വാളിഫിക്കേഷൻസ് മെറ്റ് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാം. കട്ടക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പോൾ നമ്മൾ ഓൾറെഡി നാം പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഉടനെ തന്നെ ഉണ്ടായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കേരള ഗവൺമെന്റിലെ ജോലി ലക്ഷ്യം വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജോലി ഇരുന്നുകൊണ്ട് വേറെ ജോലിയിലേക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ജോലിയാണ്. അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു എക്സാം നല്ലൊരു മാർഗ്ഗമാണ്. ടെൻഷൻ ഇല്ലാതെ വേറെ ഹയർ ലെവൽ പരീക്ഷ പഠിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ സ്ട്രക്ചർഡ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിന്റെ ഒരു ബാച്ചസ് ഒക്കെ റീസെന്റ് ആയിട്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ക്വറീസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, AZB അക്കാഡമിയുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻസിന്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത്, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, പ്രിപ്പയർ ചെയ്യുക. സാധാ അല്ലെങ്കിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു പന്തി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അത് നമുക്ക് സ്ട്രക്ചർഡ് ആയിട്ട് പഠിക്കാൻ പറ്റണം. സിലബസ് നോക്കിയിട്ട് കഴിഞ്ഞ വർഷങ്ങൾ എങ്ങനെ ചോദ്യങ്ങൾ വന്നു, പുതിയ പാറ്റേൺ എന്താണ് PSCയുടെ അറിയാമല്ലോ. PSCയുടെ പാറ്റേണുകളിൽ മാറ്റം വരുന്നുണ്ട്. ആ PSCയുടെ പാറ്റേണിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ രീതി പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എല്ലാവരും അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.